الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുവാനും അവൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിതത്തിൽ യഥാവിധി പകർത്തിയും പാലിച്ചു അള്ളാഹുവിന് ഇഷ്ടമുള്ള അടിമകളിൽ പെടാൻ പരമാവധി ശ്രദ്ധിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വളരെയേറെ പവിത്രമായ ഒരു മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എല്ലാവരും നോമ്പുകാരാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് ആ നോമ്പിനെ ഉന്നതമായ പ്രതിഫലം നൽകി കബൂൽ ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് നമ്മളുടെ വർഷത്തിൻ്റെ തുടക്കം മുഹറം മാസത്തിലാണ്. അതിലെ ഒരാഴ്ചകൾ പിന്നിട്ട് കഴിയും. ഇസ്ലാമിൻ്റെ വർഷങ്ങളുടെ തുടക്കവും ആരംഭവും തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് പവിത്രമായ 2 മാസങ്ങൾ കൊണ്ടാണ്. അതിന്റെ തുടക്കവും ഒടുക്കവും അങ്ങനെയാണ്. ഇന്നല്ലാഹ ഇഫ്തതഹ അസ്സനത ബിശഹ്രിൻ ഹറാം വഖതമഹ ബിശഹ്രിൻ ഹറാം. നിശ്ചയമായും അല്ലാഹു വർഷത്തെ പവിത്രമാസം കൊണ്ട് തുടങ്ങുകയും പവിത്രമാസം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു പവിത്രമാസവും തൊട്ടു മുന്നേ കടന്നുപോയ ദുൽഹിജ്ജ എന്ന പവിത്രമായ മാസവും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അടുത്തടുത്തായിട്ട് കിട്ടുകയാണ്.
ഇസ്ലാമിക കലണ്ടർ തുടങ്ങിയതും ആദ്യ മാസം മുഹറമായി തെരഞ്ഞെടുത്തതും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സഹാബികളാണെങ്കിലും മാസങ്ങളും അതിന്റെ ഓർഡറും നിശ്ചയിച്ചത് സഹാബികളോ നബിയോ ആയിരുന്നില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ആയിരുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാകുന്നത്. ഈ ഒരു മുഹറം മാസത്തിന് ഒരുപാട് ചരിത്രങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബയെ അല്ലാഹു സ്വീകരിച്ചത് ഈ മാസമാണെന്നാണ് ചരിത്രങ്ങളിൽ. അതുപോലെ തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കുകയും അങ്ങനെ ജലപ്രളയം ഉണ്ടാകുകയും നൂഹിന്റെ ജനത രക്ഷപ്പെടുകയും ചെയ്തത് ഈ മാസത്തിലായിരുന്നു എന്നാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ ജനതയുടെ മുകളിൽ അധികാരം ലഭിച്ചത് ഈ മാസമാണെന്ന് ചരിത്രങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, 18 വർഷമാണ് മാരകമായ രോഗം കൊണ്ടൊരു നബിയെ അള്ളാഹു പരീക്ഷിച്ചത്. ആ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം അള്ളാഹുവിന്റെ രക്ഷ കിട്ടുകയും ശമനം നേടുകയും ചെയ്തത് ഈ മാസത്തിലാണെന്ന്. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങുകയും അദ്ദേഹം അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയും പിന്നീട് മത്സ്യം അദ്ദേഹത്തെ ജീവനോടെ വിസർജിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്ത ചരിത്രവും അതിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനേക്കാളേറെ ഒരുപാട് മഹത്വവൽക്കരിക്കപ്പെട്ട മാസമാണ് ഈ മുഹറം മാസം. കഴിഞ്ഞ ജുമുഅത്തുൽ അത് ഉൾപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. ഇന്നലെയും ഇന്നുമായി താസുആവും അതേപോലെ ആശൂറ നോമ്പുകളും നമുക്കെല്ലാവർക്കും എടുക്കാൻ സാധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഇന്നത്തെ നോമ്പ്, ആശൂറയിലെ നോമ്പ്, കഴിഞ്ഞ ഒരു വർഷത്തെ പാപം നമ്മളിൽ നിന്ന് മായ്ച്ചു കളയുന്നതാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് ആ ഉന്നതമായ പ്രതിഫലത്തോടു കൂടി ഇത് സ്വീകരിക്കുകയും നമ്മളുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരികയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ഒരു മാസത്തിലെ ഗുണദോഷങ്ങൾ, ഈ മാസത്തെ ഗുണങ്ങളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഇസ്ലാമും പരിശുദ്ധ ഖുർആനും പഠിപ്പിക്കുമ്പോൾ ഈ മാസത്തെ വരെ മോശമായി കാണുന്ന, അതിലെ ദിവസങ്ങളെ വരെ മോശമാക്കി ചിത്രീകരിക്കുന്ന പ്രവണതകൾ നമ്മുടെ സമുദായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ പ്രധാനമായ ചില ഗുണപാഠങ്ങൾ സത്യവിശ്വാസികളായ നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വരേണ്ടതാണ്. പ്രധാനമായും അള്ളാഹുവിൻ്റെ മാറ്റമില്ലാത്ത ചര്യയാണ് ഈ മാസം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെയും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശത്രുവായ ഫിർഔനെയും അവൻ്റെ അനുയായികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഫിർഔനിനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും നശിപ്പിക്കുകയും ചെയ്ത ആ ഒരു ചരിത്രം നിൽക്കുന്നത് അവിടെയാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും സഹാബികളെയും രക്ഷപ്പെടുത്തുകയും ആ ഫിർഔനിനെയും അനുചരങ്ങളെയും അവരുടെ പിൻഗാമികളെയും ശത്രുക്കളായ ആളുകളെയും പ്രത്യേകം തന്നെ വേർതിരിച്ചുകൊണ്ട് നശിപ്പിക്കുകയും ചെയ്ത ഒരു സുപ്രധാനമായ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളുടെ പിന്നിൽ നിന്ന് ഫിർഔനും കിങ്കരന്മാരും അവരെ വേട്ടയാടാൻ വേണ്ടി, ആക്രമിക്കാൻ വേണ്ടി തുടർന്ന സമയത്ത് ആ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നവരെ കണ്ട് ഭയവിഹ്വലരായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ വരെ തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ശിക്ഷിക്കപ്പെടും, ആക്രമിക്കപ്പെടുമെന്ന് ഭയന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വളരെ നിരാശരായിക്കൊണ്ട്, മൂസ, ഇനി നമ്മൾ കുടുങ്ങുമല്ലോ, ഇനി എവിടെ വെച്ചാണ് രക്ഷപ്പെടുക, യാതൊരു മാർഗവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഫലമ്മ തറാ അൽ ജമആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ ഖാല ഇന്ന മഅയ റബ്ബി സയഹ്ദി ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദി. ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും നമ്മൾ പ്രയാസപ്പെടില്ലെന്നും നമ്മളുടെ കൂടെ അള്ളാഹു ഉണ്ട്, അവൻ നമ്മളെ സംരക്ഷിക്കുമെന്നും ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചൊരു സന്ദർഭമുണ്ട്. നേരെ മുൻപിൽ വലിയ സമുദ്രം നിൽക്കുകയാണ്, പിന്നിൽ പാരാവാരം പോലെ ഫിർഔനും കിങ്കരന്മാരും
സായുധ സജ്ജരായിക്കൊണ്ട് ആക്രമിക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിലാണ് അവിടെയും റബ്ബ് മതി എന്നും അവിടെയും നമ്മളുടെ രക്ഷിതാവ് അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്നും നമ്മളെ രക്ഷിക്കുമെന്നും ഉറക്കെ പ്രഖ്യാപിക്കാൻ സാധിച്ച ആ വിശ്വാസം, പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിൽ പ്രവേശിച്ചിരിക്കുന്ന സത്യവിശ്വാസികളുടെ വിശ്വാസവുമായി താരതമ്യം ചെയ്യേണ്ടതുണ്ട്. ആ ഉറച്ച വിശ്വാസം ഇതാണ് ഇതിലെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഗുണപാഠമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. രണ്ടാമത്തത്, അദൃശ്യകാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്ന വിശ്വാസം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യകാര്യങ്ങളിൽ ഉറച്ചു വിശ്വസിക്കാൻ നിർബന്ധിതനാണ് മുസ്ലിം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഓർമ്മയില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവിശ്വസിക്കുകയും പ്രവാചകനെ പരിഹസിക്കുകയും ചെയ്തിരുന്ന കാലത്ത്, പ്രവാചകന് ഭ്രാന്താണെന്ന് പറഞ്ഞിരുന്ന കാലത്ത്, പ്രവാചകനെ അല്ലമീൻ എന്ന് വിളിച്ചിരുന്ന ആ ഒരു പുകൾക്കൊണ്ട കാലം മാറി പ്രവാചകനെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന കാലത്താണ് ഇസ്രാ മിഅ്റാജ് സംഭവിക്കുന്നത്. ആ സമയത്ത് മക്കയിലുള്ള ആളുകളോട് അദ്ദേഹം ആ യാത്രയെപ്പറ്റി വിശദീകരിക്കുന്ന സമയത്ത് പരിഹസിച്ചുകൊണ്ടവർ അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കൽ വരുന്നുണ്ട്. റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, നിങ്ങളുടെ മുഹമ്മദിന് എന്താണ്? മുഹമ്മദിന് ഭ്രാന്തായോ? എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത, ഒരിക്കലും അസംഭവ്യമായ, ഒരു കാരണം കൊണ്ടും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഈ വലിയ യാത്ര ഒരൊറ്റ രാത്രി കൊണ്ട് നിർവഹിച്ചു എന്നും അവിടെ നിന്ന് ആകാശാരോഹണം നടത്തി തിരിച്ചു വരുമെന്നും എന്ന് നിന്റെ മുഹമ്മദ് പറയുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണത് പറഞ്ഞത്? അവർ പറഞ്ഞു, നിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് സംഭവിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് ഉറക്കെ പ്രഖ്യാപിച്ചു. ആ സംഭവത്തോടു കൂടിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അബൂബക്കർ സിദ്ദീഖ് എന്ന പേര് ചേർക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദൃശ്യകാര്യങ്ങളായ ഈ ഖബറിലെ ശിക്ഷയും മീസാനും ബർസഖിയായ ലോകവും സ്വർഗ നരകങ്ങളും അതിലുള്ള സുഖാഡംബരങ്ങളും അതിലെ ശിക്ഷാമുറകളും എല്ലാം സവിസ്തരം ഉറച്ച് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഇതെന്താണ്? ഞങ്ങൾക്ക് വിശ്വസിക്കുകയേ കാര്യമുള്ളൂ, വിശ്വസിക്കാനേ നിവൃത്തിയുള്ളൂ എന്നവർ ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, അദൃശ്യമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാപഞ്ചിക നിയമമായി പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ, അതിൽ ഒരു ലവലേശം സംശയമില്ലാതെ അങ്ങനെ തന്നെ വിശ്വസിക്കാൻ നിർബന്ധിതരാണ് നമ്മളെല്ലാവരും. അതങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതിന്റെ തെളിവുകൾ അറിയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം. തെളിവുകൾ അറിയാത്ത ആളുകൾക്ക് അല്ലാഹു ആലം എന്നാണ് അതിന്റെ ഉത്തരം. അത് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ സ്മൃതി അറിയാം. അത് പ്രഖ്യാപിച്ചുകൊണ്ട് അവന്റെ വിശ്വാസം അവർക്ക് ഉറപ്പിക്കാമെന്നാണ്. മൂന്നാമതായി, അള്ളാഹുവിന്റെ അസാധാരണമായ സഹായത്തെ പ്രതീക്ഷിക്കുക എന്നൊരു ഗുണപാഠമുണ്ട്. ഏത് ഘട്ടങ്ങൾ നമ്മൾ അറിയാതെ, നമ്മൾ വിചാരിക്കാതെ, വളരെ അസാധാരണമായ സന്ദർഭങ്ങളിലൂടെ, വളരെ വിചിത്രവും അവിശ്വസനീയവുമായ പാതയിലൂടെ അല്ലാഹുവിന്റെ സഹായം നമുക്ക് വരും എന്ന് ഉറച്ചു വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കും. അതാണ് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ എന്ന ആയത്ത് കഴിഞ്ഞിട്ട് ഖുർആൻ പറയുന്നുണ്ട്, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നിങ്ങൾക്ക് അല്ലാഹു ഉപജീവനം തരും, നിങ്ങൾക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ തരും. നിങ്ങളൊരു കാര്യത്തിലും നിരാശപ്പെടേണ്ടതില്ല. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു മതി. അള്ളാഹു നിങ്ങൾക്കൊരു പോംവഴി തരും എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഉപജീവനം തരും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ. നമ്മളുടെ കാൽക്കുലേഷനിലായിരിക്കില്ല, നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അസാധാരണമായ കഴിവ്, അള്ളാഹുവിന്റെ അസാധാരണമായ സഹായത്തിന് എത്രയോ 10 മടങ്ങ് വലുതാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ കഴിവ് അപേക്ഷിച്ച്
നമ്മളാരും കാൽക്കുലേറ്റ് ചെയ്യാത്ത വിധം. നമുക്കറിയാം ഓരോന്നിനും ഒരു ക്രമമുണ്ട്. ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്, മേഘം മഴ പെയ്യിക്കാനൊരു ക്രമമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോന്നിനും ഓരോ ക്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹു ആ രൂപത്തിൽ തന്നെ ഓരോന്നും നിർണയിച്ചു വെച്ചിട്ടുമുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ കഴിവിനെ അപേക്ഷിച്ച് ആ ക്രമങ്ങളെപ്പോലും കാണിക്കാതെ, മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അള്ളാഹു നമ്മളെ സഹായിക്കും. അപകടങ്ങളിൽ നിന്നുള്ള തട്ടിമാറ്റലും അതേപോലെ തന്നെ ഹൈറാത്തുകൾ കൊണ്ട് നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുന്ന രൂപം അതൊരിക്കലും നമ്മൾ വിശ്വസിക്കാത്ത വിധത്തിലാണ്. പക്ഷെ എന്ത് വേണം, എന്റെ റബ്ബ് അതിന് കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ അത് സ്വീകരിക്കാനും പ്രതീക്ഷിക്കാനും സാധിക്കുക. അല്ല എങ്കിൽ ഭൗതികമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെട്ട് ഭൗതികമായ കാൽക്കുലേഷനിൽ നമ്മൾ ജീവിക്കും. നമ്മൾ കാണുന്നില്ലേ, നമ്മുടെ കൂടെ ജീവിക്കുന്ന ദൈവനിഷേധികളായ ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ, അവരൊക്കെയും ഒരു മാത്തമാറ്റിക്സിലാണ് ജീവിക്കുന്നത്. അവരുടെ വരുമാനം, അതിൽ നിന്ന് ഇത്ര ചെലവ്, അതിങ്ങനെ പോകും, അത് നിന്നാൽ ഇങ്ങനെയാകും, അതുകൊണ്ട് ഇന്നതൊക്കെ ചെയ്യണം, ഇന്ന് സ്വീകരിക്കണം, അതിന്നിടത്ത് എഴുതി കൊടുത്ത് വാങ്ങണം, അതൊക്കെ കഴിഞ്ഞാൽ അതിൽ അവസാനിക്കും. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരോട് ആവശ്യമാവിധം അധ്വാനിക്കാൻ പറഞ്ഞു, ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കാൻ പറഞ്ഞു. അതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞത് അവനോട് തേടാനും അവന് തവക്കുൽ ചെയ്യാനും തഖ്വയോടുകൂടി ജീവിക്കാനും. ഇത് പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അതിൻ്റെ കൂടെയാണ് എന്ത് വേണ്ടത്, നമ്മൾ നമ്മളുടെ ഉപജീവനത്തിലേക്ക് ഇറങ്ങേണ്ടതും അധ്വാനിക്കേണ്ടതും കച്ചവടങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു പ്രതീക്ഷ പ്രിയപ്പെട്ടവരെ മുഹറം മാസത്തിലെ നോമ്പുകാരായി നമ്മൾ നിൽക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ഇനിയോ വിശ്വാസികളായ ആളുകളെ, വിശ്വാസികളെ സഹായിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ബാധ്യതയുള്ള സംഗതിയാണ്. അള്ളാഹുവിന് ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ കറകളഞ്ഞ വിശ്വാസമുണ്ടെങ്കിൽ റബ്ബ് സഹായിക്കും എന്ന് നമുക്ക് നിരവധി ചരിത്രങ്ങളിലൂടെ പ്രിയപ്പെട്ടവർ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. കറകളഞ്ഞ വിശ്വാസം വേണം. അതെത്ര കണ്ട് സംശുദ്ധമായ വിശ്വാസമാണോ അതനുസരിച്ച് നമ്മൾ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. നമ്മൾ എവിടെയെങ്കിലും സഹായിക്കപ്പെടാതെ നമുക്ക് അനുഭവം ഉണ്ടായോ, നമ്മളുടെ വിശ്വാസത്തിനോ നമ്മളുടെ സൽക്കർമ്മങ്ങൾക്കോ എവിടെയോ തകരാറ് പറ്റിയത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില ആളുകൾക്ക് നിരാശയതാണ്. ഒരുപാട് കാലം പ്രാർത്ഥിച്ചു, അള്ളാഹു സ്വീകരിക്കുന്നത്. 3 തരത്തിലാണ് പ്രാർത്ഥന സ്വീകരിക്കുക. ഒന്നുകിൽ നമ്മൾ ചോദിച്ച ആ വിഷയം തന്നെ അള്ളാഹു തീരുമാനമാക്കി തരും. രണ്ടാമത്തതോ അള്ളാഹു അത് ചിലപ്പോൾ നിങ്ങൾക്ക് തരില്ല, നിങ്ങൾ അതിന് പ്രാപ്തരായിരിക്കില്ല. അള്ളാഹു ചില ആളുകളെ ഒരുപാട് നൽകിക്കൊണ്ട് അള്ളാഹു എന്തെയും സഹായിക്കും, ഒരുപാട് നൽകും. ചില ആളുകൾക്ക് അള്ളാഹു ഒരുപാട് നൽകില്ല. എല്ലാം അറിയുന്നവനാണ് റബ്ബ് എന്ന്. എല്ലാം അറിയുന്ന റബ്ബ് അത് ഉടമപ്പെടുത്തിയവൻ അതാർക്കാണോ അനുയോജ്യമാകുക അവർക്കത് ഏൽപ്പിക്കുക തന്നെ ചെയ്യും. ചില ആളുകൾക്ക് ആരോഗ്യം നൽകും, ചില ആളുകൾക്ക് ബുദ്ധി നമ്മളിൽ നിന്ന് അപേക്ഷിതമായി അധികം നൽകും, ചില ആളുകൾക്ക് സമ്പത്ത് അധികം നൽകും. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഒന്നുകിൽ ആ ചോദിച്ചത് നൽകും, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നൽകില്ല. പകരം ഏതെങ്കിലും വലിയൊരു വിപത്തിനെ, ഒരു അദാബിനെ, ഒരു അപകടത്തെ, ഒരു സങ്കടത്തെ, ഒരു നഷ്ടത്തെ അള്ളാഹു, അല്ലെങ്കിൽ ഒരു അപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ തട്ടിത്തെറിപ്പിക്കും. ആ ഒരു വലിയ ദൂഷ്യം നമ്മളിൽ നിന്ന് അള്ളാഹു തടയുകയായിരിക്കും അതിന്റെ പ്രതിവിധി. മൂന്നാമത്തത്, പ്രാർത്ഥനകൾ ഒരുപാട് ആവശ്യമുള്ള സമയത്ത്. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ എന്ന് പറഞ്ഞില്ലേ, നിങ്ങളുടെ മുതലുകളോ മക്കളോ ഉപകാരം ചെയ്യാത്ത ആ ദിവസം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം എന്ന് പറഞ്ഞ ദിവസം അള്ളാഹുവിൻ്റെ അപ്രതീക്ഷിതമായ സഹായമായിരിക്കും ആ പ്രാർത്ഥന കൊണ്ട് അയാൾക്ക് ലഭിക്കുക. ഇത് 3 ആലോചിക്കുമ്പോൾ എന്താണ്, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസം ലഭിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ സഹായിക്കുമെന്നുള്ള, അത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് എന്നുള്ള വിശ്വാസം പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും വേണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകി. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശത്രുവായ ഫിർഔനെയും അവൻ്റെ അനുയായികളെയും പിന്നെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അവരെ നശിപ്പിക്കുകയും ചെയ്തു. ചിന്തിച്ചു നോക്ക്, കറക്റ്റ് സമയം നിർണയിക്കുകയാണ്. കടലിൻ്റെ അടുക്കൽ വന്നപ്പോൾ മൂസ ആ വടി കൊണ്ട് നീ ആ കടലിനെ അടിക്കാൻ പറഞ്ഞു. കടലിനെ അടിക്കാൻ പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞതാണ്, എന്തിന് എന്ന് യുക്തിക്കുന്നു അവിടെ എന്തില്ല, പ്രസക്തിയില്ല. കടലിനെ അടിക്കുന്നു, പിളരുന്നു, അവരാ പാതയിലൂടെ പ്രവേശിക്കുന്നു. പിന്നീട് എന്താകുന്നു, ആ മൂസാ നബിയും അനുയായികളും അതിലൂടെ കടന്നു കഴിഞ്ഞ സമയത്ത്
പിന്നിൽ നിന്ന് പിന്തുടരുകയാണ് ഫിർഔൻ കൂട്ടൻ. പക്ഷെ എന്ത് ചെയ്യുന്നു? കടൽ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഫിർഔനും പിങ്കരന്മാരും അതിൽ നശിച്ചു പോവുകയാണ്, മരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മളെല്ലാവരും ഒരു ഗുണപാഠം ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളെ സഹായിക്കുക എന്ന ബാധ്യതയുള്ള ആളാണ്. ആ ബാധ്യതയുള്ള സൃഷ്ടാവ് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുമെന്നുള്ള അചഞ്ചലമായ വിശ്വാസം പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം. മറ്റൊരു കാര്യം, അദൃശ്യ കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം അറിയുക എന്നതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട മറ്റൊന്നാണ്, പരീക്ഷണങ്ങൾക്ക് ശേഷം ഒരു വിജയം ഉണ്ടാകുന്നത്. ഏത് ഞെരുക്കങ്ങൾക്ക് ശേഷവും, അല്ലേ, ഏത് ഞെരുക്കങ്ങൾക്ക് ശേഷവും ഒരാശ്വാസത്തിൻ്റെ ഒരു ലോകം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യനെ, അള്ളാഹുവിൻ്റെ ഒരു അടിമയെ ഒരു പ്രയാസം ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹു ഒരുപാട് കാലം പരീക്ഷിക്കുകയില്ല. ഒരാൾക്ക് എല്ലാ കാലത്തും ഒരു പ്രതിസന്ധി അതുണ്ടാകും. അതൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ അത് മാറും. അതിന് എന്തുണ്ടാകും? ഒരു അവസാനം, പര്യവസാനം ഉണ്ടാകും. എന്നിട്ട് അയാൾ മറ്റൊരു സൗഖ്യത്തിൻ്റെ ലോകത്തേക്ക്. പ്രത്യേകിച്ച് വിശ്വാസികളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ സ്വബറിന് പകരമായി അള്ളാഹു വമ്പിച്ച പ്രതിഫലവും വമ്പിച്ച ആശ്വാസവും നൽകുക തന്നെ ചെയ്യും. ആറാമതായിട്ടുള്ളൊരു ഗുണപാഠം, അള്ളാഹുവിൻ്റെ വിധി മറികടക്കാൻ ആർക്കും ആകില്ല എന്നത്. ഒരു രാജാവായിട്ട്, ആ രാജ്യത്തിൻ്റെ എന്താ പറയുക, ആ ഒരു സാമ്രാജ്യത്തിൻ്റെ തലവനായിട്ട് ഞാനാണ് റബ്ബ് എന്ന് വരെ പറയാൻ മാത്രം എന്താ പറയുക, അത്രയും അഹങ്കാരിയായ ഫിർഔൻ അള്ളാഹുവിൻ്റെ ആ ഒരു വിധിക്ക് മറികടന്നുകൊണ്ട് ഒരവസ്ഥയിലേക്ക് പോകാൻ കഴിയാതെ, സാധാരണ ഒരു മനുഷ്യൻ, ഒരു ദുർബലനായ ഒരു ജീവി മുങ്ങിത്താഴ്ന്ന് മരിക്കുന്നത് പോലെ വളരെ മോശമായ രൂപത്തിൽ മരിക്കുന്ന സ്ഥിതിവിശേഷം ആ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവിടെ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ദുർബലരെ, അത് നേതാക്കളും ഭൂമിയുടെ അവകാശികളുമായ അള്ളാഹു അവരെ ആക്രമിക്കാൻ ഉദ്ദേശിച്ച, അവകാശികളുമാക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആ ഒരു വലിയ വിഭാഗത്തെ മാറ്റി മറ്റൊരു വിഭാഗത്തിന് അത് ഏർപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹു വിചാരിച്ചാൽ അത് സാധിക്കും. ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് അള്ളാഹു ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഒരു കാര്യം നടപ്പിലാക്കാൻ വിചാരിച്ചാൽ അത് തടയാൻ ആർക്കും സാധ്യമല്ല. അള്ളാഹു ഒരു കാര്യം തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനും നമുക്ക് കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ആൺകുട്ടികളായി ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളയാനാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ആ പ്രദേശത്തും ആ സമൂഹത്തിലും ഒരു പ്രവാചകനെ, ഒരു റസൂലിനെ അള്ളാഹു തീരുമാനിക്കുന്നു. എന്നിട്ട് അതൊരു ആൺകുട്ടിയായി ജനിക്കുന്നു. എന്നിട്ട് ആൺകുട്ടികൾ ജനിച്ചാൽ കൊന്നുകളയുമെന്ന് പ്രഖ്യാപിച്ച ആ ഭീകരന്റെ കൊട്ടാരത്തിൽ, ആ ഭീകരന്റെ ഭാര്യയോടൊപ്പം, ആ ഭീകരന്റെ ഭാര്യയുടെ കൈകളാൽ സുരക്ഷിതമാക്കിക്കൊണ്ട് ഒരു റസൂലിനെ, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വളർത്തി വലുതാക്കുകയാണ്. അള്ളാഹുവിന്റെ വിധിയതാണ്. ആ രാജ്യത്തൊരു നിയമം നടപ്പിലാക്കുന്ന കൊട്ടാരത്തിൽ തന്നെ ഒരാണിനെ വളർത്തി വലുതാക്കാൻ അള്ളാഹു തീരുമാനിച്ചത് പ്രകാരം അത് നടപ്പിലാക്കുക. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കാനും സംരക്ഷിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അതിന് പിന്നെ ഒരാൾക്കും ഒരു തടസ്സവും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഖുർആൻ ഒരു ആയത്തുണ്ട്, പരസ്പരം നമ്മൾ ആളുകളെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനകൾ നടത്തുമ്പോൾ അവർ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് അവർ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന ഖുർആൻ ആയത്ത്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാൽ അയാളെ ഒരു കാരണവശാലും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങേയറ്റമുള്ള സൂക്ഷ്മതയും തവക്കുലും നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്, അള്ളാഹുവിന്റെ വിധിയിൽ സംതൃപ്തി അടയുന്ന ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ആശ്വാസത്തോടെ ജീവിക്കുവാനും പരലോകത്ത് ധന്യതയോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ വിജയിക്കുവാനും അവന് സാധിക്കും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും യഥാർത്ഥ സത്യവിശ്വാസികളുടെ മാനസികാവസ്ഥയിൽ ഓരോ സാഹചര്യങ്ങളെയും പ്രത്യേകം ഫേസ് ചെയ്തുകൊണ്ട് ജീവിക്കുവാനും സാധിക്കണം എന്ന കാര്യത്തിൽ
ഒരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലെ ആ സംഭവത്തിലെ പ്രധാനപ്പെട്ടൊരു നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പാഠമുണ്ട്. ഈ കടലിൽ മുങ്ങി മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്നു. ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണെന്നും ആ റബ്ബിനെ ഞാൻ മനസ്സിലാക്കിയെന്നും അവനിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. ആര്? ഫിർഔൻ. പക്ഷെ എന്താ ഉണ്ടായത്? എത്ര വലിയ തെളിവുകൾ കണ്ടിട്ടും വഴിവഴിവിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അയാൾക്ക് ഒരിക്കലും ഹിദായത്ത് നൽകുകയില്ല. ഒരുപാട് സമയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തും. ചിലപ്പോൾ ചില ആളുകൾക്ക് സ്വജീവിതത്തിലുള്ള തെളിവുകളായിരിക്കും, ചിലപ്പോൾ ചില ആളുകൾക്ക് ഖുത്ബ പോലുള്ള ഉപദേശങ്ങളായിരിക്കും. ഒരുപാട് എന്താ പറയുക, ഈ ചെയ്തിരിക്കുന്ന പാപങ്ങൾ കൊണ്ടുണ്ടായ അപകടങ്ങളും നഷ്ടങ്ങളും അതേപോലെ ദുരനുഭവങ്ങളുമായിരിക്കും. ഇതിൽ നിന്നെല്ലാം പാഠങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും. പക്ഷെ അതിലൊക്കെയും അശ്രദ്ധരായിട്ട് വീണ്ടും ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ പലപ്പോഴും പത്രദ്വാര ഒരു പ്രതിയെ പിടിക്കപ്പെട്ടാൽ ആ പിടിക്കപ്പെട്ട സംഭവങ്ങളെ വരികളായി വന്നിട്ട് അടുത്ത സെന്റൻസ് എന്താണ്? ടിയാൻ ഇതിൻ്റെ മുമ്പ് ഇന്ന കാര്യത്തിന് ഇത്ര കൊല്ലം എന്താ പറയുക ശിക്ഷ ഏറ്റുവാങ്ങിയ ആളായിരുന്നു, ടിയാൻ ഇത്ര കൊല്ലം ജയിൽ അനുഭവിച്ച ആളായിരുന്നു എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരു വലിയ പാപം ചെയ്തിട്ട് ശിക്ഷകൾ ഏറ്റുവാങ്ങി പുറത്തു വന്ന ആളാണ് അടുത്ത പാപം ചെയ്യും. അതായത് തിന്മകളിൽ വിഹരിക്കുന്ന, കഴിഞ്ഞ ഹുതുബയിൽ ഞാൻ പറഞ്ഞില്ലേ, തിന്മയിൽ ഊട്ടപ്പെട്ട് അതിൽ കുടുങ്ങിക്കിടന്ന് ജീവിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തൗഫീഖിന്റെ വാതിൽ തുറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അയാൾ തിന്മയിൽ തന്നെ വീട് നടക്കുകയും ചെയ്യും. അയാൾ നന്മയുടെ ഒരു നാമ്പും അവർക്ക് കണ്ടെത്താൻ സാധിക്കാത്തതിനും അയാൾ അതിന് തളച്ചു പോവുകയും ചെയ്യും. എന്നതുപോലെ എത്ര വലിയ തെളിവുകൾ ലഭിച്ചാൽ ആളുകൾക്ക് എന്താണ്, ഒരുപാട് ഇപ്പൊ നമ്മുടെയൊക്കെ ലൈഫിനുള്ളിൽ ഒരുപാട് ഭൗതികമായ എന്താ പറയുക പ്രാകൃതമായ പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി. മനുഷ്യ ദൈവങ്ങൾ അന്ന് എന്തെടുത്തു എന്ന് നമ്മൾ കണ്ടു. ആളുകൾ പറഞ്ഞിരുന്ന ശക്തരാണ്, ശക്തിയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന മഖബറകളൊക്കെ എന്തായിരുന്നു നമ്മൾ കണ്ടു. ആളുകളുടെ ഇന്നലകളെയും നാളെയെയും നിശ്ചയിക്കുന്ന ഭൂതവും ഭാവിയും ഒക്കെ സുഭദ്രമായി പറഞ്ഞു തരുന്ന, ഒരിക്കലും കാൽക്കുലേഷൻ തെറ്റാത്ത, കണക്കുകൂട്ടുകൾ തെറ്റാത്ത കണക്കപ്പിള്ളമാരും ജ്യോത്സ്യന്മാരും ഒക്കെ എന്തെടുത്തു എന്ന് നമ്മൾ കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെയും ലോകരക്ഷിതാവായ റബ്ബ്, ലോകം സംരക്ഷിക്കുന്ന റബ്ബ്, ആകാശഭൂമികൾ ഉടമപ്പെടുത്തിയ റബ്ബ്, അവന്റെ കൈകളിൽ മാത്രമാണ് അതിൻ്റെ നിയന്ത്രണമെന്ന് ഒരുപാട് സംഭവങ്ങൾ കൊണ്ട് ബോധ്യപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്നെ ഈ ഗുണങ്ങളും ഗുണവിശേഷണങ്ങളും മനസ്സിലാക്കിയിട്ട് അവനിൽ നിന്നുള്ള ശിക്ഷകളുടെ ഭയം കൊണ്ട് അവനിലേക്ക് മടങ്ങാനുള്ള ധൃതിയാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. അല്ലാതെ റൂഹ് തൊണ്ടക്കുഴയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന അവസാന സന്ദർഭത്തിൽ ചുളുവിലങ്ങ് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല എന്നതാണ് ഫിർഔനിന്റെ ചരിത്രത്തിൽ നമുക്കെല്ലാവർക്കും കിട്ടുന്ന പാഠം. ഫിർഔൻ കടലിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ഇസ്രായേൽ സന്തതികൾ വിശ്വസിച്ച ദൈവത്തെ ഞാനും വിശ്വസിച്ചിരിക്കുന്നു. ഖുർആൻ പറയുന്നുള്ളത് ഹത്താ ഇദാ അദ്റകഹുൽ ഗർഖ് ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ബനൂ ഇസ്രായേലുകൾ വിശ്വസിച്ച നാഥനെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്തു? അല്ലാഹു മുക്കിക്കൊന്നു. പ്രിയപ്പെട്ടവരെ, അവസാന സമയത്തെല്ലാം കഴിഞ്ഞ് ജീവിതത്തിലൊക്കെ നമുക്കുണ്ട്, ഈ കൗമാരത്തിലും ബാല്യത്തിലും യൗവനത്തിലൊക്കെ അടിച്ചു പൊളിച്ച് ജീവിച്ച് കച്ചവടവും കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം ഒരു വിശ്രമകാലത്ത് മാത്രം പടച്ചോനെ ഓർക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതിനെ മിനിമൈസ് ചെയ്യാൻ പാടില്ല. മറിച്ച് യുവത്വത്തിൽ കൗമാരത്തിൽ അല്ലാഹു ഓർത്തുകൊണ്ട് ജീവിക്കുകയും പാപമുക്തരായ ജീവിതം നയിക്കുന്നവരായി മാറുകയും അതോടൊപ്പം തന്നെ വാർദ്ധക്യത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന തിരക്കിലാവുകയും ആ സമയങ്ങളിലുള്ള പാപങ്ങളിൽ നിന്ന് സമ്പൂർണമായ മുക്തി നേടുകയും ചെയ്യുന്ന വിശ്വാസികളാകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരുളത്തിൽ സംശുദ്ധ ജീവിതം നയിക്കുന്ന ഏറ്റവും നല്ല സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്കൂൾ അവധിയും അതേപോലെ തന്നെ മഴയും മുഹറമിൻ്റെ ലീവും ഒക്കെയായിട്ട് ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ പള്ളിയിൽ വന്നിട്ടുണ്ട്. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഈ മിമ്പറിൽ നിന്ന് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മളുടെ ഈ പള്ളി മനോഹരമായ ഒരു സംവിധാനമാണ്. ഇവിടുത്തെ വരവ് ചെലവുകൾ
നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ ഭീമമായ തുകയിൽ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഇവിടുത്തെ മാസാന്ത വരിസംഖ്യയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഒരു ചെറിയ തുകയെങ്കിലും എല്ലാ മാസവും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് ഏറ്റെടുക്കുകയും അതേപോലെയുള്ള ഇവിടെയുള്ള പരിപാലന കളക്ഷനുകളിലെല്ലാം ഒരു ചെറിയ തുകയെങ്കിലും ഇട്ട് നമ്മളെല്ലാവരും അതിൽ പങ്കുചേരുകയും ചെയ്യണമെന്ന് ഞാൻ ഈ മിമ്പറിൽ നിന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ മുന്നേറാൻ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. ഒരുപാട് അവശരായ അക്ഷണരായ ഒരുപാട് ആളുകളുടെ പ്രിയപ്പെട്ടവർ, അവർക്ക് വേണ്ടി എല്ലാം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഒരുപാട് ആളുകൾ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, അവർക്ക് ഷിഫക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അവർക്കെല്ലാവർക്കും ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ തവണ എൻ്റെ കൂടെ വിദേശത്തിൻ്റെ കൂടെ താമസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു പ്രവർത്തകന്റെ സഹോദരന്റെ 12 വയസ്സുള്ള മകനാണ് ഇന്നലെ മരണപ്പെട്ടു പോയത്. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പനിയും ഒരു തലചുറ്റലൊക്കെ അനുഭവിച്ചത്. ബ്രെയിൻ ട്യൂമറായിരുന്നു. കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ പോയ മോനാണ്. ഇന്നലെ രാവിലെ അവൻ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് സമാധാനം നൽകുമാറാവട്ടെ. നിങ്ങളൊക്കെ ആലോചിച്ചു, നമുക്കൊക്കെ എത്ര മക്കളുണ്ട് അതുപോലുള്ള ചെറുപ്പക്കാർ. ഈ 12 വയസ്സുള്ള കുട്ടിക്ക് 10.5 വയസ്സിലാണ് ഒരു രോഗം പുറത്തേക്ക് വരുന്നത്. 1.5 വർഷമാകുമ്പോഴേക്ക്, ഒരു വർഷത്തിനുള്ളിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വളരെ മനോഹരമായി ജീവിച്ചു വന്ന മകന് വീണ്ടും തലവേദന വരുന്നു, വീണ്ടും സ്കാൻ ചെയ്യുന്നു. ഞാനിതിങ്ങനെ എടുത്തു പറയാൻ കാരണം, നമ്മളുടെയൊക്കെ കൈകളിലുള്ള മക്കളുടെ ആരോഗ്യം നിങ്ങൾ നോക്കുക പ്രിയപ്പെട്ടവർ. ഇതേ ആരോഗ്യം ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. ഒമാനിൽ ജീവിക്കുമ്പോൾ ആ കുട്ടിക്ക് വളരെ മനോഹരമായ ഫിത്റത്ത് ഉണ്ടായിരുന്നു. എന്നാൽ എന്താണ്, രോഗം വരികയാണ്. നമ്മളൊക്കെയും ശ്രദ്ധിക്കുക. ഇന്ന് നമ്മുടെ കൈകളിൽ നിന്ന് ഓടിക്കളിക്കുന്ന ആരോഗ്യമുള്ള സുന്ദരന്മാരായ മക്കൾക്ക് നാളെ ഈ രോഗം വന്നേക്കും. എന്താണ് പ്രതിവിധി പ്രിയപ്പെട്ടവരെ? രോഗം വന്നിട്ട് ഒരുപാട് ചികിത്സിക്കുക, പ്രാർത്ഥിക്കുക, റബ്ബിലേക്ക് അടുക്കുക എന്നതോടൊപ്പം, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് രോഗം വരുന്നതിനെതിരെയുള്ള പ്രാർത്ഥനകളും അദ്കാറുകളും, രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകൾ നമ്മുടെ മക്കളും ഭാര്യമാരും ഒപ്പം ഇരുന്ന് ഒന്നിച്ചിരുന്ന് നിർവഹിക്കുന്ന ഒരു മഹനീയമായ ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവരിക തന്നെ വേണം. സുരക്ഷിതത്വം നിർബന്ധമാണ്. അതിനുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം, ഔദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ്, അതേപോലെയുള്ള അസ്ബഹന അലാ ഫിത്രത്തിൽ ഇസ്ലാം, അതേപോലെ അംസൈന അലാ ഫിത്രത്തിൽ ഇസ്ലാം പോലുള്ള ഈ പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള പ്രാർത്ഥനകൾ, അദ്കാറുകൾ, അതേപോലെ ആയത്തുൽ കുർസിയും സൂറത്തുൽ ബഖറയിലെ അവസാനവും, അതേപോലെ മുഅവ്വിദത്താനും, ഇതൊക്കെയും എല്ലാ സമയത്തും നമ്മുടെ മക്കൾക്ക് ഓതി തടവി എല്ലാ നിലക്കുമുള്ള സംശുദ്ധി, സെക്യൂരിറ്റി നമ്മളെല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക. നമ്മളെല്ലാവരും സങ്കടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. എന്നിട്ടും അള്ളാഹു ഒരുപക്ഷെ പരീക്ഷിക്കാം. അത് നമുക്ക് എന്തല്ല, നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. അതിനുള്ള എളുപ്പങ്ങൾ അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകും. ഏതായാലും മരണപ്പെട്ടുപോയ ആ ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിൽ അള്ളാഹു ആശ്വാസം നൽകട്ടെ. ഏറ്റവും നല്ലത് അവർക്ക് അള്ളാഹു പകരം നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടായ ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അള്ളാഹു ആ കുടുംബത്തിനും ആശ്വാസം നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മുക്തി നൽകിക്കൊണ്ട്, രക്ഷ നൽകിക്കൊണ്ട് അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ പ്രിയങ്കരായ മാതാപിതാക്കൾക്കും അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، اللهم انصر الإخوان المسلمين في كل مكان، اللهم إنا نعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.